കൊല്ലം വലിയ കൂനമ്പായിക്കുളം ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭക്തിസാന്ദ്രമായ ചന്ദ്രപ്പൊങ്കൽ. സന്ധ്യാനേരം ക്ഷേത്രസന്നിധിയിലെ പണ്ടാര അടുപ്പിൽ അഗ്നി പകർന്നതോടെ നാടൊന്നാകെ യാഗശാലയായി മാറി. നിരവധി സ്ത്രീ ഭക്തരാണ് ചന്ദ്രപ്പൊങ്കാലയുടെ ഭാഗമായത്. കുംഭഭരണി മഹോത്സവത്തിന്റെ 6ാം നാളാണ് പ്രസിദ്ധമായ ചന്ദ്രപ്പൊങ്കൽ നടക്കുക. സന്ധ്യാവേളയിലെ ആചാരാനുഷ്ഠാനങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്ത്രീഭക്തജനങ്ങൾ പങ്കെടുക്കുന്നത് ചന്ദ്രപ്പൊങ്കാലയിലാണ്. വൈകുന്നേരം 6 മണിയോടെ കൊല്ലം നഗരസഭാ മേയർ ഹണി ബെഞ്ചമിൻ ക്ഷേത്രസന്നിധിയിലെ ഭദ്രദീപം തെളിയിച്ചു. തുടർന്ന് ക്ഷേത്രം തന്ത്രി പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകർന്നു. പണ്ടാര അടുപ്പിൽ അഗ്നി പകർന്നതോടെ ക്ഷേത്രാങ്കണത്തിലെ എല്ലാ അടുപ്പുകളിലേക്കും അഗ്നി എത്തി. ക്ഷേത്രത്തിന് 10 കിലോമീറ്റർ ചുറ്റളവിൽ ആയിരക്കണക്കിന് സ്ത്രീഭക്തരാണ് പൊങ്കാല അർപ്പിച്ചത്. ഇത്തവണ വലിയ ക്രമീകരണങ്ങളാണ് പൊങ്കാല ദിനത്തിൽ ക്ഷേത്രത്തിൽ ഒരുക്കിയത്. ചന്ദ്രപ്പൊങ്കാലയുടെ പിന്നിലും ഒരു ഐതിഹ്യമുണ്ട്. ക്ഷേത്രം നിർമ്മിക്കുന്നതിന് മുമ്പ് ഇതിനു മുമ്പ് വേറൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു. അതിനു മുമ്പ് നമ്മൾ 41 ദിവസത്തെ കുടിയിരുത്തി തോറ്റമ്പാട്ടായിരുന്നു. ഈ 41ാമത് ദിവസം ഉത്സവം കഴിഞ്ഞാൽ അടുത്ത ദിവസം കുരുതി തർപ്പണത്തോടു കൂടിയായിരുന്നു പൊങ്കാല ഇടുന്നത്. അന്നും ഈ കോമ്പൗണ്ട് നിറയെ ക്ഷേത്ര കോമ്പൗണ്ട് നിറയെ വളരെ നല്ല രീതിയിലുള്ള ഒരു പൊങ്കാല സമർപ്പണമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ക്ഷേത്രം കെട്ടിയതിന് ശേഷം നടത്തിയ ദേവീഹിതം അനുസരിച്ച് ദേവിക്ക് അതുപോലെ തന്നെ മതി, രാത്രി സമയത്ത് മാത്രം മതി പൊങ്കാല എന്നുള്ള ഒരു ഐതിഹ്യം ഉടലെടുക്കുകയായിരുന്നു. ഒരു ദേവീഹിതം അനുസരിച്ചാണ് നമ്മൾ രാത്രി സമയത്താക്കിയത്. അത് കൊടിയേറിയ ആദ്യ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം ആദ്യ വെള്ളിയാഴ്ച വൈകിട്ട് പൊങ്കാല നടത്തണമെന്നാണ് ദേവീഹിതം ഉണ്ടായത്. അങ്ങനെയാണ് കൂനമ്പായിക്കുളം ക്ഷേത്രത്തിലെ ചന്ദ്രപ്പൊങ്കൽ ഉണ്ടായത്. ഒരു 10-25 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഈ ചന്ദ്രപ്പൊങ്കാല ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്ത്രീ ഭക്തജനങ്ങൾ രാത്രി സമയത്ത് നടത്തുന്ന ഒരു ആരാധന എന്ന രീതിയിൽ മാറിയിരിക്കുകയാണ്. വർഷങ്ങളായി ദേവിക്ക് മുന്നിൽ പൊങ്കാല അർപ്പിക്കുന്നവരും ആദ്യമായി എത്തിയവരുമുണ്ട്. തൊഴാനും വരാറുണ്ട്, പൊങ്കാല ഇടാനും വരാറുണ്ട്, മുടങ്ങാതെ വരുന്നുണ്ട് വർഷങ്ങളായിട്ട്. വന്നപ്പോൾ ഇന്ന് ഓരോന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ വരുന്നേ, ഓരോരുത്തർ പറയുന്നതൊക്കെ കേട്ട് അങ്ങനെ വന്നതാ. തൊഴാൻ വരാറുണ്ട്. ഭക്തജനങ്ങളുടെ സുരക്ഷയ്ക്കും സഹായങ്ങൾക്കുമായി ക്ഷേത്ര ഭരണസമിതിയോടൊപ്പം നിരവധി സന്നദ്ധ സംഘടനകളും പോലീസും ഫയർഫോഴ്സും സജീവമായിരുന്നു. മാർച്ച് 4-ാം തീയതി തിരുവാറാട്ടോടുകൂടിയാണ് ഉത്സവം സമാപിക്കുക. ജനം, കൊല്ലം.